എൻ്റെ ഇന്ന വിഷയത്തിന് ഭയങ്കര തടസ്സമാണ്, എൻ്റെ ആ ഒരു വിഷയത്തിന് മേലെ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര താമസമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പല സമയങ്ങളിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, പിശാച് അത് തടുത്തു വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം എൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ള ആ ഭവനത്തിലെ ആ ആളാവാനാണ് ചാൻസ്. കാരണം അവർ നമ്മൾ വളരുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, അവർക്കപ്പോൾ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം എന്ന് പറയുന്നവരുണ്ട്. ഇനി ചെല്ലു പറയുന്നുണ്ട്, എൻ്റെ തലമുറ വിഷയത്തിന്മേൽ ഒരു മാറ്റമില്ലാത്തത് ഞങ്ങളുടെ സഭയിലുള്ളവരൊക്കെ തന്നെ ആച്ചാൻ പ്രാർത്ഥിക്കും, ആരാധിക്കും, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അസൂയ കണ്ണുകളൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ഒരു മാറ്റമില്ലാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചില വിഷയത്തിന്മേൽ താമസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പല അനുഗ്രഹത്തിന് തടസ്സം പിശാചാണെന്നും, അതുപോലെ നമ്മുടെ ഭവനത്തിൻ്റെ അടുത്തുള്ളവരാണെന്നും, അതുപോലെ തന്നെ സഭയിലുള്ള വിശ്വാസികളാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയാം, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകൾ പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് കൈമാറുന്നത്. കാരണം ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ നാവ് തന്നെ മുൻപിലുള്ള തൻ്റെ വഴിയെ അതെന്ത് ചെയ്യുകയാണ്, മായ്ച്ച് കളയുകയാണ്. അതായത് മുൻപിൽ ഓൾറെഡി തുറന്നു കിടന്ന ഒരു വഴി, ആ വ്യക്തിയുടെ അധരം കാരണം എന്ത് ചെയ്തു, ഈ വഴി അങ്ങ് അടഞ്ഞു. ഈ ഒരു ദർശനം പരിശുദ്ധാത്മാവ് കാണിക്കാനിടയായി തീർന്നു. ഇത് കണ്ട സമയം മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, പല വിഷയത്തിൻ്റെ അകത്തും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം അത് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരും തന്നെയാണ് പല അനുഗ്രഹത്തിനും തടസ്സം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതായത് നമ്മളെന്തൊക്കെയോ സംഭവമാണ്, നമ്മളൊക്കെ കാരണം വർഷങ്ങളെ പഴക്കമൊക്കെ പറയും, അതൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനാ പോരാളിയായിരിക്കാം, നിങ്ങൾ പറയുന്ന പ്രവചനങ്ങൾ കറക്റ്റായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു സൗഖ്യം ആ സമയം തന്നെ കിട്ടുമായിരിക്കാം, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമ്മൾ യഥാർത്ഥമായിട്ട് പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ചെല്ലണം, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം ഞാനായിത്തീരരുത്. എന്താണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം, എൻ്റെ വിടുതലിന് തടസ്സം ഞാനായിത്തീരരുത്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല വിഷയങ്ങളും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിക്കൊണ്ടിരിക്കുക. നിസ്സാരമെന്ന് കരുതുന്ന വിഷയം നമ്മുടെ മുൻപോട്ടുള്ള അനുഗ്രഹത്തിനും വഴികൾക്കും അത് തടസ്സമായി നിൽക്കുക. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഈ വചനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വചനം വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയതിൻ്റെ പിൻപിൽ നമ്മൾ വിശുദ്ധിയോടൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയാം, പാപം എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കും, ഇതൊക്കെ വലിയ പാപമാണ്. എന്താണ് മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത്, അതുപോലെ നമ്മുടെ ലിസ്റ്റിൽ പെട്ടെന്ന് എടുത്തു പറയുന്ന ചില പാപങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഈ വചനത്തിൽ പറയുന്ന കാര്യം അനുസരിച്ചില്ലെങ്കിൽ അതും പാപമാണ്. ഇതിലെന്ത് ചെയ്യലെന്ന് പറയുന്നു, അത് ചെയ്താൽ അതും പാപമാണ്. അപ്പോൾ നമ്മൾ പക്ഷേ എന്ത് ചെയ്യണം, മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ന പാപം, അയ്യോ അതൊരൊന്നൊന്നര പാപം, കൊലപാതകം, അത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പാപമാണ്. പക്ഷേ കുശുമ്പ്, അതുപോലെ തന്നെ ചില കുറ്റങ്ങളൊക്കെ പറയും, ഇതൊക്കെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ലെവലങ്ങ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും ദാനിയേലിന് എതിരെ നിൽക്കുന്നത് സാധാരണക്കാരല്ല, അവരൊക്കെ നല്ല പൊസിഷനിൽ നിൽക്കുന്നവരാണ്. ദാനിയേലിനോട് ഉള്ള അസൂയ മൂലം, അല്ലെങ്കിൽ ദാനിയേലിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അവരിറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. എന്താണ് അത്, നല്ല പൊസിഷൻ, സാധാരണക്കാരല്ല, അതോർത്തോണം നല്ല സ്ഥാനമുള്ളവരൊക്കെയാണ്. ഇവരൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഇവരിങ്ങനെ കൂടിയിരുന്നിട്ട് ഒരച്ചായം പറയുകയാണ്, നമുക്ക് ഇന്ന വിഷയത്തിന് ദാനിയേലിനെ കൊടുക്കിയാലോ. അപ്പോൾ അവർ പറയും, ആ വിഷയത്തിൽ അദ്ദേഹത്തെ കൊടുക്കാൻ പറ്റില്ല, ആ വിഷയത്തിലൊക്കെ ആൾ നീറ്റാണ്, അല്ല ആൾ പെർഫെക്റ്റായിട്ട് നിന്നിട്ടുണ്ട്, ആ വിഷയത്തിൽ ആളെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത ആൾ പറയും, നമുക്ക് ഇന്ന വിഷയം വെച്ചാൽ നോക്കിയാലോ. അപ്പോൾ പറയുന്നതാണ്, ആ വിഷയത്തിനകത്ത് പറ്റത്തില്ല കേട്ടോ, ആ വിഷയത്തിന് എനിക്കറിയാവുന്നത്, അദ്ദേഹം നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത്, വിശ്വസ്തയോടെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഒരു രീതിയിലും ഇവർ എത്ര ശ്രമിച്ചിട്ടും, ഇവർ അറിയാമല്ലോ, ഇവരുടെ ഒറ്റ ലക്ഷ്യം, ഈ ഇത്രയും ഗ്രൂപ്പിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ദാനിയേലിനെ തകർക്കുക, ദാനിയേലിനെ പരസ്യകോലമാക്കുക, അല്ലെങ്കിൽ രാജാവിൻ്റെ മുൻപിൽ എന്ത് ചെയ്യുകയാണ്, അവനെ കൊണ്ട് എത്തിക്കുക, ഒരു കുറ്റം പറഞ്ഞ് അവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, തകർക്കുക എന്ന ലക്ഷ്യം.
ഈ ലക്ഷ്യം കൊണ്ട് അവർ ഏതറ്റം വരെ അവർ പോകും. അങ്ങനെ അവർ കുറേ കിടന്ന് പരിശ്രമിച്ചിട്ട് ഒരു കുറ്റവും, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. എനിക്കൊത്തിരി ആ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. കേൾക്കണം, ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്ന ഒന്നും അവനിൽ കാണരുത്. ഇല്ലാത്തത് വിളിച്ചു പറയുന്നവരുണ്ട്, അത് പോട്ടെ. പക്ഷേ നമ്മൾ കാരണം നമ്മളിൽ വിരൽ ചൂണ്ടിയിട്ട് ഒരു ദൈവവൈദ്യല നിൽക്കുന്ന കണ്ടില്ലേ, ഒരു ദൈവവൈദ്യല അവൻ്റെ വായിൽ നിന്ന് വീടാൻ വാക്ക് കണ്ടില്ലേ എന്ന് മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മളിലൂടെ ദൈവനാമം ദുഷിക്കപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം തന്നെയാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എന്നെ തന്നെ എടുക്കുക, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അതായത് ഞാൻ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണെന്നിരിക്കട്ടെ, പ്രവാചകനാണെന്നിരിക്കട്ടെ, ഞാനൊരു പ്രവചനം പറഞ്ഞ് അത് കൃത്യമായിരിക്കും. അതുപോലെ ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അവന് സൗഖ്യമാണ്. അങ്ങനെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നേരം വലിയ വലിയ വീഴ്ചകൾ നമ്മുടെ മനസ്സിൽ സംഭവം കയറി വരുന്നുണ്ട്, വലിയ വലിയ വീഴ്ച. അതല്ല, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് വന്നതായ ചില വീഴ്ചകൾ. ഒന്നും വേണ്ട, ഞാൻ മൂലം ഞാനിപ്പോൾ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സംഭവം ശരിയാണ്, ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ശരിയാണ്. പക്ഷേ ഞാൻ മൂലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്ക് ആർക്കെങ്കിലും ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ അനുഗ്രഹത്തിന് തടസ്സം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ശുശ്രൂഷ കൊണ്ട് കാര്യമില്ല. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പേരും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം തന്നെയാണ്. അതുപോലെ തന്നെ നിഗളം, നമ്മളെ ദൈവം പല വിഷയത്തിനകത്തും അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെ ദൈവം ഉപയോഗിക്കും, ശക്തമായിട്ട് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ഒന്ന് തിരിച്ചറിയുക, അവിടെ നിഗളം വെളിപ്പെട്ടാൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം തന്നെയാണ്. അത് അധിക നാളൊന്നും നടത്തില്ല. അപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയമായിരിക്കും. ചിലരുണ്ട് പുറമേ ചിരിച്ച് കാണിക്കും, മറുഭാഗത്തൂടെ ഫോൺ കോളിലൂടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ചോ, അത് ആർക്കും വേദനയാകുന്നില്ലായിരിക്കാം, അതാരും അറിയുന്നില്ലായിരിക്കും. പക്ഷെ സ്വർഗം കാണുമ്പോൾ അവിടെ വിശ്വസ്തയോടെ നിൽക്കാത്തത് കൊണ്ട്, ഇല്ലാത്തത് വിളിച്ചു പറയുമ്പോൾ, ഇല്ലാത്തത് ഫോണിലൂടെ മറ്റുള്ള വ്യക്തിയിലൂടെ കൈമാറുമ്പോൾ അവിടെയും തിരിച്ചറിയുക, അതും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അതും നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കിടന്ന് പരിശ്രമിച്ചിട്ട് വളരെ ഏതറ്റം വരെ അത്രത്തോളം പോകാൻ അവർ റെഡിയാണ്. അവർ അത്രത്തോളം പരിശ്രമിച്ചിട്ട് അവർക്ക് ദാനിയേൽ ഒരു കുറവോ കുറ്റമോ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഇതാണ് വിശ്വസ്തയോടെ നിൽക്കുക എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും തിരിച്ചറിയുക, എൻ്റെ വിഷയത്തിൽ എവിടെയെങ്കിലും ഞാൻ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ വഴിയെ ഞാൻ അടച്ചിട്ടുണ്ടോ? എപ്പോൾ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നു ആ സമയത്ത് നമ്മുടെ നാവ് കൊണ്ട് കെട്ടിയ ചില കെട്ടുകൾ, നമ്മുടെ നാവ് കൊണ്ട് തടസ്സപ്പെടുത്തിയ ചില വഴികൾ സ്വർഗം നമുക്ക് വേണ്ടി അത് തുറക്കാനിടയായിത്തീരും. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളൊന്നുമില്ലെന്ന് സമ്മതിക്കാനിടയായിത്തരണം. നിഗളമുണ്ടെങ്കിൽ എടുത്തു മാറ്റണം. ഒന്നുമില്ലെന്ന് സമ്മതിക്കണം, ഒന്നുമില്ലെന്ന് മനസ്സിലാക്കണം. യഥാർത്ഥമായിട്ട് ദൈവമായി നല്ലൊരു ബന്ധത്തിൽ ആയിത്തീരുവാൻ നമുക്ക് കഴിയണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു മുറിവായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയണം, ആ മുറിവുകൾ നമ്മുടെ വഴി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുണ്ടായ വേദനകൾ നമ്മുടെ വഴി അടച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് അധികാരികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുക. ഒരുപക്ഷെ നമ്മുടെ ദൈവസഭയിലുള്ള ദൈവാസനായിരിക്കാം, ഒരുപക്ഷെ വലിയ ശുശ്രൂഷയോ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അവരെ ബഹുമാനിക്കുക. നമ്മൾ പണ്ടോട്ട് കേൾക്കുന്നതിന് അപ്പനും അമ്മയും ബഹുമാനിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്നോട് ഇടപെട്ടൊരു വിഷയമാണ്. കാരണം നമ്മൾക്ക് അവരെ ബഹുമാനിക്കാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പക്ഷേ മറുഭാഗത്ത് എൻ്റെ വാക്കോ പ്രവൃത്തിയോ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകും. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായിട്ട് നമ്മൾ ഒരധികാരത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ആ അധികാരിയെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. ചില വിഷയങ്ങളെ ക്രമീകരിച്ചാൽ മാത്രം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപോട്ടുള്ള വഴിക്ക് തടസ്സം എന്താണോ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. ഇവിടെ നാം കേട്ടതുപോലെ ദാനിയേലിനെതിരെ പലതും അവർ പരിശ്രമിച്ചു, എന്നാൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു വിഷയത്തിൽ പോലും ദാനിയേലിനെ ഒതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം വിശ്വസ്തയോടെ നിൽക്കാനിടയായിത്തീർന്നു. ഓരോ കാര്യത്തിലും വിശ്വസ്തയോടെ നിൽക്കാനിടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ദാനിയേലിന് വേണ്ടി ആ സിംഹക്കുഴിയിൽ ഇറങ്ങാനിടയായിത്തീർന്നു. വിശ്വസിക്കുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യഹോവയുണ്ട്. ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.